Welcome, my dear students. So, GOC question ആണ്. The correct match for the bond dissociation energy of the CH bond of the compounds in column 1 with the values in column 2. As an example, the bond dissociation energy of methyl hydrogen is 105.0 kilocalories per mole. So, ഇതേ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. സെയിം ടെക്നിക്ക് തന്നെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യേണ്ട കാര്യമുള്ളൂ. വേറെ പ്രത്യേകിച്ച് നമുക്ക് ഒരു ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ നിങ്ങൾ ആ സിസ്റ്റംസുകൾ നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് എൻലാർജ് ചെയ്യാം. സോ യു ക്യാൻ സി എ ബി സി ആൻഡ് ഡി 4 ഡിഫറെന്റ് എനർജീസ് തന്നിട്ടുണ്ട്. അപ്പൊ ഏത് ബോണ്ടാണെന്നുള്ളത് അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് നോക്കുക. ആദ്യത്തെ കേസിൽ ഇറ്റ് ഈസ് sp3 കണക്റ്റഡ് ടു എസ്, രണ്ടാമത്തെ കേസിൽ sp2 കണക്റ്റഡ് ടു എസ്, മൂന്നാമത്തെ കേസിലും sp3 കണക്റ്റഡ് ടു എസ്, നാലാമത്തെ കേസിൽ sp കണക്റ്റഡ് ടു എസ്. അപ്പൊ ഏറ്റവും ബോണ്ട് സ്ട്രെങ്ത് sp കണക്റ്റഡ് ടു എസ് ആയിരിക്കും. ദാറ്റ് മീൻസ് ഡി എന്ന് പറയുന്നത് 3 ആയിരിക്കും. നമ്മൾ ഓപ്ഷൻസ് നോക്കുക, ഉടനെ തന്നെ ഓപ്ഷൻ നോക്കുക. ഡി എന്ന് പറയുന്നത് 3 ആയിരിക്കും. അപ്പൊ ഡി 3 ആകുമ്പോൾ എ ഓപ്ഷൻ കട്ടായി, ബി ഓപ്ഷൻ കട്ടായി, സി ഓപ്ഷൻ കട്ടായി, ആൻഡ് അവർ ആൻസർ വിൽ ബി ഡി. ഉത്തരം കിട്ടി. ഇനി നിങ്ങൾ നോക്കിയേ, സി എന്താ അവർ പറഞ്ഞിരിക്കുന്നത് 2 ആണ്. അപ്പോ സി എന്ന് പറയുന്നത് 2, പിന്നെ ബി എന്ന് പറയുന്നത് 1 ആണ്, ബി എന്ന് പറയുന്നത് 1, ആൻഡ് എ എന്ന് പറയുന്നത് 4 ആണ്. എ ഈസ് 4. ഇങ്ങനെയാണ് അവർ കൊടുത്തിരിക്കുന്നത് അല്ലേ? യെസ്. അപ്പൊ അതിലെ ബി എന്തായാലും അതിനുശേഷം ഒരു 110 വരും, കാരണം sp2 s ആണ്. പിന്നെ ഒരു കൺഫ്യൂഷൻ എയും സിയും തമ്മിലാണ്. പക്ഷെ എന്തോ ഭാഗ്യവശാൽ അവർ അങ്ങനെ ഓപ്ഷൻസിൽ നമുക്കൊരു കൺഫ്യൂഷൻ തന്നില്ല. എയിൽ പെർസെന്റേജ് ഓഫ് എസ് ക്യാരക്ടർ കൂടുതലായതുകൊണ്ടാണ് എ സിയേക്കാളും ബോണ്ട് സ്ട്രെങ്ത് കൂടാനുള്ള കാരണം. കേട്ടോ? അപ്പോ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. Now, second question, the decreasing order of nucleophilicity for the following anions എന്ന് പറഞ്ഞതാണ് ചോദ്യം. ന്യൂക്ലിയോഫൈലിസിറ്റി ഫോർ ദ ഫോളോയിങ് ആനയോൺസ്. എന്താണ് ന്യൂക്ലിയോഫൈലിസിറ്റി എന്ന് പറഞ്ഞാൽ? ന്യൂക്ലിയോഫൈലിസിറ്റി മീൻസ് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത് ആണ്. ന്യൂക്ലിയോഫൈലിസിറ്റി മീൻസ് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്. ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്, ഇതാണ് ന്യൂക്ലിയോഫൈലിസിറ്റി എന്ന് പറഞ്ഞാൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതില് നിങ്ങൾക്ക് എല്ലാത്തിലും കാണാൻ പറ്റും O- ആണ്. അപ്പൊ ആദ്യത്തെ കേസിൽ CH3 ഗ്രൂപ്പ്, C ഡബിൾ ബോണ്ട്, O-. ഈ ഓക്സിജന് എത്രത്തോളം ആ 2 ഇലക്ട്രോണിനെ കൊടുക്കാനായിട്ട് പറ്റും? രണ്ടാമത്തെ കേസിലോ CH3 O- ആണ്. മൂന്നാമത്തെ കേസിലോ C6H5 O- ആണ് അല്ലെ? C6H5 O- ആണ്. നാലാമത്തെ കേസിലോ NO3- ആണ്. NO3- ആണ്. ഇങ്ങനെയാണ് അത് എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ നോക്കിയ ആരാണ് കൊടുക്കേണ്ടത്? O-. ദിസ് വൺ, ഈ ബോണ്ട് അല്ലെ, CO-. അപ്പൊ ഈ ഓക്സിജൻ ഇവനെ കോൺസെൻട്രേറ്റ് ചെയ്യുക. അപ്പൊ ഈ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, ഇതില് ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് ഇയാൾക്കായിരിക്കും, കാരണം ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പ് ആണുള്ളത്. അപ്പൊ ഏറ്റവും സ്ട്രോങ് ന്യൂക്ലിയോഫൈൽ CH3 O- ആയിരിക്കും. അപ്പൊ 1 കട്ട് ചെയ്യാം, 4 കട്ട് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കിയേ. നെക്സ്റ്റ് ഈ O- കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ C ഡബിൾ ബോണ്ടോ, ദിസ് ഈസ് ഇലക്ട്രോൺ വിഡ്രോയിങ്, ദിസ് ഈസ് C ഡബിൾ ബോണ്ട് C അല്ലെ? അപ്പൊ ഇലക്ട്രോൺ വിഡ്രോയിങ് നേച്ചർ നിങ്ങൾ നോക്കി. ഇലക്ട്രോൺ വിഡ്രോയിങ് പവർ, ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്നത് ആർക്കായിരിക്കും? N ഡബിൾ ബോണ്ട് ഓൺ ആയിരിക്കും. അതിനുശേഷം C ഡബിൾ ബോണ്ട് ഓൺ ആയിരിക്കും. അതിനുശേഷമേ C ഡബിൾ ബോണ്ട് C വരുള്ളൂ. അപ്പോ ഇയാൾക്ക് 1ാം സ്ഥാനം കൊടുക്കാം, പിന്നെ ഇയാൾക്ക് 2ാം സ്ഥാനം കൊടുക്കാം. അപ്പോ രണ്ടാമത് നമ്മുടെ CH3O- കഴിഞ്ഞ ആര് വരണം? CH3O- കഴിഞ്ഞ C6H5. അപ്പൊ നമുക്ക് ഇയാളെ കട്ട് ചെയ്യാം. അവർ ആൻസർ ഈസ് ഓപ്ഷൻ ദിസ് വൺ, ഓപ്ഷൻ 3. 2 ആണെങ്കിൽ 3. കേട്ടോ? അപ്പൊ ഒരു ഓർഡർ മനസ്സിലായില്ലേ? നമ്മുടെ ഓർഡർ എന്തായിരിക്കും? CH3O-, C6H5O-, CH3COO-, NO3-. ഓക്കെ, അപ്പൊ ഇതാണ് ന്യൂക്ലിയോഫിലിക് സ്ട്രെങ്ത്. അപ്പൊ GOCയുടെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ബേസിക് ആയിട്ട് നമ്മൾ പണ്ട് പഠിക്കുന്ന കെമിസ്ട്രി ആണ്. അപ്പൊ അതില് എന്താ പറയാ, നമുക്ക് ഇലക്ട്രോണിക് ഇഫക്ട്സിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇനിയും കണ്ടിന്യൂ ചെയ്യാം ക്വസ്റ്റ്യൻസ്. താങ്ക് യു.